ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഈ ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ലഡുവാണ് കേട്ടോ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. സോ ഇതിനായിട്ട് നമുക്ക് കുറച്ച് നട്ട്സും സീഡ്സും ഡേറ്റ്സൊക്കെ ആണ് ആവശ്യമുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള നട്ട്സൊക്കെ എടുക്കാമെന്ന് ഇവിടെ ബദാം, കാഷ്യൂസ്, പിസ്താഷ്യൂസ്, വാൾനട്ടൊക്കെ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അതെടുക്കാം. പിന്നെ സീഡ്സ് ആയിട്ട് ഞാൻ കുറച്ച് സൺഫ്ലവർ സീഡും പംകിൻ സീഡും ചേർക്കുന്നുണ്ട്. അതൊക്കെ എൻ്റേതായിട്ടുള്ള ഒരളവിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് റോസ്റ്റ് ചെയ്ത ശേഷം മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ഫ്ലാക്സ് സീഡ് എടുത്തിട്ട് റോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് റോ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് റോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ കുറച്ച് ഡേറ്റ്സും കൂടെ ഒന്ന് ചൂടാക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ വറുത്ത് വെച്ച നട്ട്സ് എല്ലാം ഒന്ന് പൊടിച്ചെടുക്കാം. അതിനുശേഷം അതിൽ നമ്മൾ ചൂടാക്കിയിട്ടുള്ള ഡേറ്റ്സും കൂടെ ഇട്ടിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാൻ എടുത്ത ഡേറ്റ്സ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കത് നന്നായിട്ട് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്ത ശേഷം ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഇതിലുള്ള ഓയിൽസ് തന്നെ ഉണ്ടാവും, അത് വെച്ചിട്ട് തന്നെ നമുക്ക് കുഴച്ചെടുക്കാം. പക്ഷേ ഞാൻ ഒന്നുകൂടെ ടേസ്റ്റിനും ഒന്നുകൂടെ നല്ല രീതിക്കൊന്ന് ബോളാക്കി എടുക്കാനൊക്കെ വേണ്ടിയിട്ട് നെയ്യും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തു. അതിനുശേഷം നല്ലപോലെ ഒന്ന് ഉരുട്ടിയെടുത്തു കേട്ടോ. അപ്പം നമ്മുടെ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ലഡു ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ദിവസം 2 വെച്ച് 1 വീക്കിലാണ് കേട്ടോ ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. സ്കിന്നിനും ഹെയറിനും ഒക്കെ നല്ല ബെനിഫിറ്റ്സ് ഉള്ള സംഭവമാണ്. സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.